നല്ല സ്നേഹിതൻ ആരാണ് എന്നതിന് യേശു ഒരു ഉപമ ശിഷ്യന്മാരോട് പറഞ്ഞു. യാത്ര ചെയ്തു പോകുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കള്ളന്മാർ ആക്രമിക്കുന്നു. തനിക്കുള്ളതെല്ലാം അവർ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. ക്ഷീണിതനായി അല്ലെങ്കിൽ ശരീരമാകെ മുറിവേറ്റവനായി വഴിയിൽ ഉപേക്ഷിച്ച് അവർ കടന്നു കളയുമ്പോൾ പലരും ആ വഴി നടന്നു പോകുന്നു. ലേവ്യൻ, പുരോഹിതൻ അവരാരും സഹായിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറംജാതിയിൽപ്പെട്ട യാതൊരു വിധത്തിലും യഹൂദനുമായി ചേർച്ചയില്ല എന്ന് പറയുന്ന ശമരിയക്കാരനായ ഒരു മനുഷ്യൻ വരുന്നത്. ഈ ശമരിയക്കാരൻ ഈ മനുഷ്യനെ സഹായിക്കാനായി തയ്യാറായി. ഇവിടെ നമ്മൾ കാണുന്ന 3-4 കൂട്ടങ്ങളുണ്ട്. കള്ളൻ, 2 പുരോഹിതനും ലേവ്യനും, 3 ശമരിയക്കാരൻ. ഈ 3 തരത്തിലുള്ള ആളുകളും ഒപ്പം ഈ വഴിയിൽ കിടക്കുന്ന ഈ മനുഷ്യനെ കാണാൻ കഴിയുന്നുണ്ട്. ഇവർക്കെല്ലാം ഓരോ തരത്തിലുള്ള ഒരു ഫിലോസഫിയാണ് ഉള്ളത്. കള്ളൻ പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റേതെല്ലാം എൻ്റേതാണ്, അത് ഞാൻ പിടിച്ചെടുക്കും. ഇന്നത്തെ കാലഘട്ടത്തിലും സുഹൃത്ത് ബന്ധങ്ങളിലും ഇതുപോലെയുള്ള കള്ളന്മാരുണ്ട്. നമുക്കുള്ള നന്മയെ മൊത്തം പിടിച്ചെടുക്കുന്ന, നഷ്ടപ്പെടുത്തുന്ന, അന്യാധീനപ്പെടുത്തുന്ന തരത്തിലുള്ള കള്ളന്മാർ. അവരെ നമ്മൾ ശ്രദ്ധിക്കണം. 2 പുരോഹിതനും ലേവ്യനുമാണ്. അവർക്കൊരു ഫിലോസഫി ഉണ്ട്. അവർ പറയുന്നത് എൻ്റേതെല്ലാം എൻ്റേതാണ്, ഞാനത് ആർക്കും പങ്കുവയ്ക്കത്തില്ല. അവരുടെ സമയം ആർക്കും കൊടുക്കാനില്ല, അവർക്കുള്ള സമ്പത്ത് കൊടുക്കത്തില്ല. അവരവരുടേതായി മാത്രം വെച്ചിരിക്കുന്ന കൂട്ടർ ഇന്നത്തെ കാലത്തുമുണ്ട്. സ്വാർത്ഥതയുടെ മുഖം മൂടി അണിഞ്ഞ ആളുകൾ, അവരെയും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ വ്യക്തിബന്ധങ്ങളിൽ കാണുന്ന ആളുകൾ പലപ്പോഴും നമ്മളെ സഹായിക്കാൻ തയ്യാറാകാത്ത ആളുകളാണ്. അതേസമയം തന്നെ 3ാമത്തെ ഒരു വ്യക്തിയാണ് ശമരിയക്കാരൻ. ശമരിയക്കാരൻ ഒന്നുമില്ലാത്തവനാ, അവൻ പുറംജാതിയാണ്. എന്നാൽ അവൻ്റെ ഒരു ഫിലോസഫി ഉണ്ട്. അവൻ പറയുന്നത് എനിക്കുള്ളത് നിൻ്റേതുകൂടെയാണ്, ഞാനത് നിനക്കും വേണ്ടി പങ്കുവയ്ക്കും. എൻ്റെ സമയം മാറ്റിവെക്കും, എനിക്കുള്ള പണം മാറ്റിവെക്കും, എൻ്റെ ആരോഗ്യം ഞാൻ മാറ്റിവെക്കും. അതെ, നല്ല ശമരിയക്കാരൻ എന്ന് പറയാൻ കാരണം തനിക്കുള്ളത് എന്താണോ അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിടാൻ താൻ തയ്യാറായെന്നുള്ളതാണ്. എന്നിട്ട് കർത്താവ് പറയുന്നു, ആരാണ് നല്ല സ്നേഹിതൻ? കൂട്ടുകാരനെ സഹായിക്കുന്നവൻ. ഈ വഴി കിടക്കുന്നവനെ നോക്കി അവനെ സഹായിക്കാൻ ആരുമില്ല. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ നമ്മളും ഇതുപോലെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോകാം. സഹായിക്കാൻ ആരുമില്ലാതെ, ചേർത്ത് നിർത്താൻ ആരുമില്ലാതെ, ഒരുപക്ഷെ മുൻപോട്ട് പോകാൻ പോലും കഴിയാതെ. എന്നാൽ അവിടെ നമുക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന, സമയം ചെലവഴിക്കുന്ന ചിലരെ ദൈവം ഒരുക്കും. വ്യക്തിപരമായി ഞാനങ്ങനെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ എന്നെ സഹായിച്ച ഒത്തിരി സ്നേഹിതരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചിലരെയൊക്കെ പേരുകൾ അറിയാം, ചിലരുടെ പേരുകൾ പോലും അറിയത്തില്ല. ആപൽഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ല സ്നേഹിതർ. അതെ, നല്ല സ്നേഹിതൻ ആരാണ് എന്ന് കർത്താവ് പറയുക. നമുക്ക് നല്ല സ്നേഹിതരാകാം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകളെ പങ്കിടാം. അത് നമ്മുടെ വഴിയരികിലായിരിക്കും, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലായിരിക്കും, അയൽക്കാരുടെ അടുത്തായിരിക്കും. അത് നിങ്ങൾ ഏത് തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും താഴ്മയുള്ളവരെ അല്ലെങ്കിൽ താഴ്ന്നു പോകുന്നവരെ, പ്രതിസന്ധിയിലാകുന്നവരെ സഹായിക്കാൻ നമ്മുടെ ഒരു ചെറിയ വാക്കോ ഒരു കരമോ മതിയാകും. അത് നീട്ടിക്കൊടുക്കാൻ നാം തയ്യാറാകാതിരിക്കരുത്. കർത്താവ് എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ആരാണ് ഏറ്റവും നല്ല സ്നേഹിതൻ? ഈ ശമരിയക്കാരൻ അവനെ എടുത്ത് വഴിയമ്പലത്തിലെത്തിച്ച് മരുന്ന് കൊടുത്ത് തൻ്റെ പണം മാറ്റിവെച്ച് ഇനിയും വീണ്ടും സഹായിക്കാമെന്ന് പറയുന്ന മനസ്സുള്ള ഒരാൾ. നമ്മളെപ്പോഴും പറയേണ്ടത് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ നമ്മുടേത് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പങ്കിടാനാണ്. പങ്കിടുമ്പോഴാണല്ലോ അതിൻ്റെ രുചി, അതിൻ്റെ സ്വാദ് വർദ്ധിക്കുന്നത്. ജീവിതം മുഴുവൻ പങ്കിടാനുള്ളതാണ്. നമുക്കുള്ള പണവും നമുക്കുള്ള സമ്പത്തും എല്ലാം പങ്കിടാനുള്ളതാണ്. മറ്റുള്ളവർക്ക് പങ്കിടുമ്പം അത് മധുരം ഇരട്ടിയാകുക. അതുകൊണ്ടാണല്ലോ ആഘോഷവേളകൾ വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ സ്നേഹിതരെയും വിളിക്കുന്നത് സ്നേഹം പങ്കിടാൻ. അതെ, ദുഃഖം വരുമ്പോഴും അങ്ങനെയാണ്. പങ്കിടുമ്പം ദുഃഖം കുറയും, പങ്കിടുമ്പം സന്തോഷം വർദ്ധിക്കും. അതെ, നമുക്ക് ദൈവം തന്ന നന്മകളെ പങ്കിടാം, നല്ല സ്നേഹിതരാകാം. നമ്മുടെ ചുറ്റുപാടും യേശുവിൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കാം. മറ്റുള്ളവർ അറിയട്ടെ, ഇവനാണ് നല്ല സ്നേഹിതൻ, ഇവനാണ് നല്ല ശമരിയക്കാരൻ. അതെ, നമുക്ക് നല്ല ശമരിയക്കാരാകാം. ഗോഡ് ബ്ലെസ് യു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.